ഞാൻ കുറച്ച് നാൾ അബ്സ്കോണ്ടിങ് ആയിട്ട് ഇരുന്നപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. തൊട്ടാൽ പോലും ഭയങ്കര പെയിനാണ്. ഈവൻ നമ്മുടെ ശരീരത്തിൽ തൊടാൻ പോലും പറ്റില്ലായിരുന്നു. അപ്പം അത് കുറേ പേര് ചോദിച്ചു, അത് ക്യാൻസർ റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചു. അത് ക്യാൻസർ റിലേറ്റഡ് അല്ലായിരുന്നു. ഞാനത് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു എന്താ പറയുക, ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ഫൈബ്രോമയാൾജിയ വന്നവർക്കറിയാം. അതിപ്പോൾ ക്യാൻസർ ആണോ ഫൈബ്രോമയാൾജിയ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാളും കട്ടയ്ക്കടയ്ക്ക് നിൽക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. ഒട്ടും മോശമല്ല, രണ്ടാളും ഒട്ടും മോശമല്ല. എനിക്ക് തോന്നുന്നു ക്യാൻസർ പിന്നെയും കുറച്ചുകൂടെ സഹതാപം കാണിക്കും തോന്നുന്നു. ഫൈബ്രോമയാൾജിയ കാണിക്കില്ല, കാരണം ആൾ പുതിയതാണല്ലോ. അപ്പം നമ്മളെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാവാം ആശാന് കുറച്ച് കടുപ്പം കൂടുതലാണ്. അപ്പോൾ ഫൈബ്രോമയാൾജിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ക്രോണിക് കണ്ടീഷനാണ്. അതായത് നമ്മുടെ പെയിൻ സിഗ്നൽസ് ഭയങ്കര സെൻസിറ്റീവ്, അതായത് നമ്മുടെ പെയിൻ അലാം സിസ്റ്റം ഭയങ്കര സെൻസിറ്റീവ് ആവുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത് റോങ് സിഗ്നൽസ് കൊടുക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ശരിക്കും നമ്മളൊരു ഫയർഫോഴ്സിനൊക്കെ വിളിക്കണമെങ്കിൽ ഒരു വലിയ തീപിടുത്തോ അല്ലെങ്കിൽ അത്രയ്ക്കും സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവണം അല്ലേ. പക്ഷേ ഒരു ചെറിയൊരു പുകയോ ഇതോ കാണുമ്പോൾ ഫയർഫോഴ്സ് വരുന്നൊരവസ്ഥയില്ലേ, സെയിം അങ്ങനത്തെ ഒരു എനിക്കിങ്ങനെ കൂടുതൽ പറയാനൊന്നും അറിയില്ല, എൻ്റെ തലയ്ക്കകത്ത് അത്രയൊക്കെ ബുദ്ധിയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇത്. മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിസിബിൾ സ്കാരോ അല്ലെങ്കിൽ ഒരു ബ്രോയിസോ ഒന്നും ഉണ്ടാവില്ല. ഒരു ഇഞ്ചുറി പോലും ഇല്ലാണ്ടാണ് ഈ ഒരു പെയിൻ സിഗ്നൽ നമുക്ക് അത് സെൻസിറ്റീവ് ആവുന്നത്. അതായത് ഒരു ചെറിയ കാര്യത്തിന് ഒത്തിരി അധികം പെയിൻ ആയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ പറയാനുള്ള ബാക്കി നിങ്ങൾ ഊഹിച്ചെടുക്കണം കേട്ടോ. കാരണം അപ്പോൾ അതിൽ മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരിക്കലും നമുക്കിതൊരു ബ്ലഡ് ടെസ്റ്റിലോ അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങിലോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് പെയിനാണ്, എനിക്ക് ഭയങ്കര സിവിയർ പെയിനായിരുന്നു, ഭയങ്കര ടയർഡായിരിക്കും, എണീക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഒരു 3 months ഞാൻ എണീറ്റിട്ടില്ല. ആ ഒരു സമയമൊക്കെ ജനുവരി ആ ഒരു സമയമൊക്കെ നമ്മൾ തീർത്തും അത്രയും ഇതായിപ്പോയി. അപ്പം നമ്മൾ പക്ഷേ ഹോസ്പിറ്റലിൽ പോവും, ചെക്ക് ചെയ്യും, സ്കാൻ ചെയ്യും, എല്ലാം അതിലൊന്നും വലിയ കുഴപ്പമില്ല. എന്താ റീസൺ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇവിടെ എനിക്ക് ശരിക്കും ലെഫ്റ്റ് സൈഡാണ് വന്നത്. ഓൾറെഡി എൻ്റെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ വേറെ ആരോ കൊണ്ടുപോയൊക്കെയാണ്, ക്യാൻസർ ആയിട്ട് എടുത്തതാണ്. അപ്പോൾ അത് ഓൾറെഡി സെൻസിറ്റീവാണ്. എവിടെ തൊട്ടാലും എനിക്ക് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടാവും. അപ്പോൾ ഇത് ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ പോലും എൻ്റയർ ലെഫ്റ്റ് സൈഡ് തളർന്നു പോണ വേദനയായിരുന്നു. എന്നുവെച്ചാൽ വേദന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ, അതായത് വേദന എന്ന് വെച്ചാൽ നമുക്ക് പെയിൻ വരുമ്പോൾ നമ്മൾ പെയിൻ റിലീഫ് ബാം അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പോലും നമ്മുടെ ശരീരം തളർന്ന് നമ്മൾ എന്താ പറയുക, അപ്പം മരിച്ചു പോകും എന്നുള്ളൊരവസ്ഥ. പെയിൻ അതിൻ്റെ ഒരു എക്സ്ട്രീമിലായിരുന്നു. അപ്പോൾ അതായിരുന്നു അവസ്ഥ. അപ്പോൾ ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനായിരുന്നു. ആശാനിപ്പോൾ പുതിയതായതുകൊണ്ട് എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ. അതിൽ ഡോക്ടേഴ്സ് ഇപ്പോൾ എങ്ങനെയാണ് അത് തിരിച്ചറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സിംറ്റംസ് വെച്ചിട്ടാണ് അവർ പറയുന്നുണ്ടാവുക. കാരണം നമുക്കിതൊരു ബ്ലഡ് റിസൾട്ടിലോ അല്ലെങ്കിൽ നമുക്കതൊരു സ്കാനിങ്ങിലോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ കുറച്ച് അധികം സിംറ്റംസ് ഉണ്ടാവും അതിന്. അതിൽ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതന്നെ അസാമാന്യ വേദന, അതായത് നമുക്ക് ഒരു മനുഷ്യ ജീവന് സഹിക്കാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീമിൽ പെയിൻ ഉണ്ടാവും. പിന്നത്തത് മോർണിംഗ് സ്റ്റിഫ്നെസ്, രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇരുന്നിട്ട് എണീക്കുമ്പോൾ നമ്മുടെ ഹിപ്സിൻ്റെ ആ ഭാഗത്ത് ബെൻഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട്, കൈയൊക്കെ ഉയർത്താൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ കുറച്ച് ഇത് വരിക. ഉറക്കമില്ലായ്മ, ബ്രെയിൻ ഫോഗ് വരിക, അതായത് മെമ്മറിയുടെ കുറേ ഇഷ്യൂസ് വരിക. ഇതിലെല്ലാത്തിലും കൂടുതൽ അവർ ഡോക്ടേഴ്സ് പറയുന്നത് ഡിപ്രഷൻ വരുമ്പോൾ ഈ ഫൈബ്രോമയാൾജിയ ഇതിൻ്റെ തോത് കൂടും എന്നാണ് പറയണത്. അപ്പം അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വേദന വരുമ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും അല്ലേ. വേദന വരുമ്പോൾ എനിക്കൊക്കെ അങ്ങനെയാട്ടോ, വേദന വരുമ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ വരുമ്പോൾ വേദന വരും. അപ്പോൾ ഇവർ തമ്മിലൊരു ധാരണയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാരണം ഡിപ്രഷൻ വരുമ്പോൾ ഫൈബ്രോമയാൾജിയ വരും, ഫൈബ്രോമയാൾജിയ വരുമ്പോൾ ഡിപ്രഷൻ വരും എന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യമായിരുന്നു. അപ്പം അതെങ്ങനെ ഇതായിട്ട് പോയി. അപ്പോൾ ഇതാ റീസൺ. കാരണം ചിലർ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഭയങ്കര പെയിനാണ് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഭയങ്കര ടയേർഡാണ് ഞാൻ എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. മേ ബി അതൊരു പക്ഷേ അത് ഫൈബ്രോമയാൾജിയ ആണെന്നല്ല, അത് ഒരു പക്ഷേ ഫൈബ്രോമയാൾജിയ ആയിരിക്കാം. അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ സൊല്യൂഷൻ ഞാൻ കുറേ സൊല്യൂഷൻ നോക്കി. കാരണം ഞാനിങ്ങനെ ഒരു സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. കാരണം ഞാൻ ഒരു നിവർത്തിയിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവില്ല. കാരണം എനിക്ക് ഹോസ്പിറ്റൽ റൂം എന്ന് പറയുമ്പോൾ എനിക്ക് ഹോസ്പിറ്റൽ ഇഷ്ടമാണ്. എനിക്ക് ടെൻഷൻ വന്നാലും ഡിപ്രഷൻ വന്നാലൊക്കെ ഞാൻ പോയിരിക്കുന്ന ഹോസ്പിറ്റലാണ്. പക്ഷേ എനിക്ക് അവിടെ പോയി കിടക്കുന്ന ഇഷ്ടമല്ല. കാരണം ഒന്നാമത് ഐസൊലേറ്റഡ് വാർഡ്സാണ്, അല്ല ഐസൊലേറ്റഡ് റൂംസിലായിരിക്കും നമ്മൾ. ഈ ഓൺകോളജി എന്ന് പറയുന്ന ആ റൂമിലേക്ക് പിന്നെ വേറെ അധികം വിസിറ്റേഴ്സ്, അതിൻ്റെ പുറത്ത് തന്നെ ബോർഡുണ്ട്, വിസിറ്റേഴ്സ് അലൗഡ് ആയിരിക്കില്ല.
പിന്നെ ഒരുമാതിരി എന്താ പറയുക ഞാനെന്നൊക്കെ പറഞ്ഞ് ഈ ഇത്രയും ഇങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങി വെച്ചാൽ ഒരു പാലിയേറ്റീവ് മോർഫിൻ അങ്ങനത്തെ കുറേ കാറ്റഗറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആരും പറയണ്ട, പക്ഷേ ഈ നഴ്സുമാർ തമ്മിലൊക്കെ സംസാരിക്കുമ്പോൾ പിന്നെ അവർക്കൊക്കെ നമ്മൾ കാണുമ്പോഴത്തേപ്പോൾ എനിക്കതൊന്നും ഇങ്ങനെ എന്നോട് ആരെങ്കിലും സങ്കടമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകും. നേരെ മറിച്ച് എന്നെ ചീത്ത പറഞ്ഞൊക്കെ നന്നാക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു അടുപ്പിച്ച് ഓരോ ആഴ്ചയിലും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന, കാരണം അത്രമാത്രം എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്കാൻ ചെയ്തു, ടെസ്റ്റ് ചെയ്തു, എല്ലാം ചെയ്തു. പെയിൻ മാനേജ്മെൻറ്റ് ചെയ്യും, പെയിൻ കില്ലേഴ്സ് എടുക്കുക. കാരണം എനിക്ക് ഈ ചെറിയ ചെറിയ കാറ്റഗറി ഒന്നും ഇപ്പോൾ പറ്റുന്നില്ല, അതായത് ഡോളോ അങ്ങനത്തെ സംഭവമൊന്നും എന്നെ കൊണ്ട് അല്ല ഏക്കത്തില്ല എന്നുള്ള അവസ്ഥയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് പെയിൻ മാനേജ്മെൻറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനായിരുന്നു സംഭവം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ, അതായത് മെയിൻലി നല്ലൊരു വിത്തൗട്ട് എനി റീസൺ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ ഒന്നുമില്ലാണ്ട് ശരീരത്തിൽ പെയിൻ വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ സിംറ്റംസ് വെച്ചാൽ നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അതായത് നമുക്ക് വെളിച്ചത്തിനോട് സെൻസിറ്റീവ് ആവാം, ശബ്ദം കേൾക്കുമ്പോൾ സെൻസിറ്റീവ് ആവാം, ടെമ്പറേച്ചർ ചെറിയ വേരിയേഷൻസ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചൂട് കൂടിയാലോ അല്ല തണുപ്പ് കൂടിയാലോ ഇതാവാം. അങ്ങനെ കുറേ സിംറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാനതൊരു ഓൺകോ വഴിയാണ് ഇങ്ങനെ ഒരു ഇതാണെന്ന്. പിന്നെ എനിക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയൊരു വിഷമം ഉണ്ടെന്നേ ഉള്ളൂ. ഈ പറഞ്ഞാൽ എന്ത് വെറൈറ്റി ഐറ്റം ആണെങ്കിലും അത് എൻ്റെ അഡ്രസ്സിലേക്ക് തേടിപ്പിടിച്ച് വരും എന്ന് എനിക്കറിയാം. അങ്ങനെ സംഭവം എന്താ കാരണം എന്നറിയാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ടും പെയിൻ മാറുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവം ഇതാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സമാധാനം, ഒരു പേരെങ്കിലും കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു കണ്ടീഷനായിരുന്നു കേട്ടോ. അപ്പം ഇത് ചോദിച്ചവർക്കാണ് ക്യാൻസർ റിലേറ്റഡ് അല്ലായിരുന്നു. പക്ഷേ ഒട്ടും ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്, ക്യാൻസർ അല്ലാന്നേ ഉള്ളൂ. പക്ഷേ ഒരു പിടി മുന്നിട്ട് നിൽക്കുന്ന ഒരു ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് പെയിൻ മാനേജ്മെൻറ്റ് ഒരുപാട് ഇങ്ങനെ പെയിൻ കില്ലേഴ്സും ഇതൊക്കെ കഴിച്ച് സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ അൺകോൺഷ്യസ് ആയി പോവുക ചെയ്യുക. പെയിൻ നമുക്ക് ഉറക്കത്തിൽ നമുക്ക് ആ ഒരു പെയിൻ ഇങ്ങനെ അറിയാൻ പറ്റും, ഇങ്ങനെ വിങ്ങി എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റില്ല. എന്താ പറയുക, നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിപ്പോൾ ഒരു പില്ലോ ഇതാക്കിയല്ലോ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈവൻ ഒരു എന്താ പറയുക മുടിയൊന്ന് കോറിയപ്പോലും ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ നമ്മൾ ഇടില്ലേ, അപ്പോൾ പോലും പെയിൻ എടുക്കുന്ന ആൾക്കാർ, ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ അറിയുന്നത്, അങ്ങനത്തെ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെയിൻ മാനേജ്മെൻറ്റ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഴമ്പ് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചു, കാരണം എങ്ങനെയെങ്കിലും മാറണം. ഫിസിയോതെറാപ്പി ചെയ്യാം നമുക്ക്, പക്ഷേ ഫിസിയോതെറാപ്പി ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ ഒരു പെയിൻ വരും. ഇതിനൊരു പെർമനൻറ്റ് റിലീഫ് ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല, എനിക്ക് ഇതൊക്കെ പറഞ്ഞാൽ നല്ല ബുദ്ധിയേ ഉള്ളൂ. അപ്പോൾ അതായിരുന്നു കണ്ടീഷൻ കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്തു. പിന്നെ അതിന് ഞാൻ ചെയ്ത വേറൊരു എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രസ് ഒരുമിച്ച് ചെയ്യും. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു പെയിൻ റിലീഫ് ഉണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നെറ്റിയിൽ ഇത്തിരി ഐസിൽ തുണി ഇട്ടിട്ട്, ഐസ് വെള്ളത്തിൽ തുണി ഡിപ്പ് ചെയ്തിട്ട് ഞാനത് നമ്മൾ പനിയൊക്കെ വരുമ്പോഴില്ലേ അതേപോലെ നെറ്റിയിലിട്ടിട്ട് അറ്റ് ദ സെയിം ടൈം നല്ല ചൂടുള്ളത് ഒരു തുണി ഇതാക്കിയിട്ട് ഞാൻ ബാക്കിൽ ഇങ്ങനെ വിരിച്ചിടും. അതായത് ഒരുമാതിരി നല്ല നമുക്ക് സഹിക്കുന്ന ആ ഒരു നല്ല ചൂടും വേണം, എന്നാലും നമുക്ക് സഹിക്കുന്ന രീതിയിലാണ്. അതൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂസ് അടുപ്പിച്ചൊരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചൊരു റിലീഫ് കിട്ടി. കാരണം രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ആ ഒരു അതായത് ആ ഒരു എന്താ പറയുക നെർവും ഒന്ന് ഇതാവുമല്ലോ. അപ്പം ഐസ് വെള്ളത്തിൽ ഞാനൊരു തുണിയിട്ട് വെച്ചിട്ട് അത് നെറ്റിയിൽ ഇട്ടിട്ട് അറ്റ് ദ സെയിം ടൈം നല്ല ചൂടുള്ള കുറച്ചല്ല ഒരു തുണി എടുത്തിട്ട് ഞാനിങ്ങനെ പെയിൻ എവിടെയാണോ അവിടെ ഇങ്ങനെ വിരിച്ചിടും. അപ്പം അത് ഡെയിലി ഒരു 5-6 പ്രാവശ്യം ചെയ്തു. അങ്ങനെ കുറേ കൺട്രോൾഡ് ആയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് മറ്റേ നടക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അത് പക്ഷേ ഇതിൻ്റെ കൂടെ ഇതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു വേദന, അതായത് ഈ കൈ എനിക്ക് പൊക്കാനോ ഉപയോഗിക്കാനോ ഒന്നും പറ്റാണ്ടിരുന്നതാണ്. പക്ഷേ അത് ഏകദേശം ഇപ്പോൾ ഒന്ന് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതുണ്ട് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഹോട്ടും കോൾഡ് കംപ്രസും കൂടെ ഒരുമിച്ചിട്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അത് കുറച്ച് ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല. അപ്പം ആ ഒരു കണ്ടീഷനായിരുന്നു, ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനായിരുന്നു. എല്ലാവരും ചോദിച്ചു, അപ്പോൾ ക്യാൻസർ അല്ല വെച്ചാൽ പിന്നെ എന്താ എത്ര വേദന എന്നാണ്. പക്ഷേ ആശാൻ ക്യാൻസർ അല്ല എന്നുള്ള എനിക്ക് തോന്നുന്നു വളർന്നു വരുന്നൊരു പ്രസ്ഥാനമാണെന്ന് തോന്നുന്നു. ആശാൻ വളരെ വൈകാതെ ക്യാൻസർ പോലെയൊക്കെ പേര് കേട്ട് മുൻപന്തിയിലെത്താൻ പോകുന്ന ഒരു ഭാവി എന്താ പറയുക നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നൊരു പേരൊന്നും എനിക്കറിയില്ല, എന്തോ ഒരു സംഭവമാണത്. അപ്പോൾ അതായിരുന്നു സംഭവം കേട്ടോ.